സാധാരണ നിലയിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് നമ്മൾ എന്താ ചെയ്യുക, ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആളുകൾ വീട്ടിൽ പോയിട്ട് പിന്നെ ചോദിച്ച് വാങ്ങാറുണ്ട്. അതിൽ ബാങ്കിൽ നമ്മൾ പിന്നെ ഇത് വയ്ക്കാറുണ്ട്. അതൊക്കെ ഒരു ഒരു വലിയ പരിധി വരെ പരസ്പര ബന്ധവും പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പൈസ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് സമയത്തിന് തിരിച്ചു കിട്ടും, അതിൻ്റെ പലിശയും കിട്ടും എന്ന ബോധ്യത്തിലാണ് ആളുകൾ കൊടുക്കുന്നത്. അവനവൻ്റെ ജീവിതകാലത്ത് മുഴുവൻ സമ്പാദ്യമാണ് ഈ പലരും ഈ ബാങ്കിലൊക്കെ വെച്ചിരിക്കുന്നത്, കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രത്യേകിച്ചും. അങ്ങനെയുള്ള ഒരു സംഭവത്തിനകത്ത് ഏതാണ്ട് 6 വർഷം മുമ്പാണ് ഈ ഒരു ബാങ്കിൽ പോയ ആളുകൾക്ക് പൈസ കിട്ടുന്നില്ല. കിട്ടിയ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം കിട്ടേണ്ട ആൾക്ക് 50,000 രൂപ കൊടുത്ത് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. അതും ക്യാൻസറിന് ചികിത്സിക്കുന്ന ആളുകൾ, അത്യാവശ്യം മരുന്ന് വാങ്ങേണ്ട ആളുകൾ, മക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം നിശ്ചയിച്ച ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിത സമ്പാദ്യമാണ് ഇങ്ങനെ അപ്രത്യക്ഷമായത്. അതെങ്ങനെ സംഭവിക്കുക? നമ്മളിതൊരു ഓട്ടപാത്രമൊന്നും അല്ലല്ലോ. ഈ ഓട്ടപാത്രം ഈ കലത്തിൽ വെള്ളം ഇങ്ങനെ അരി കൊണ്ടുവെക്കുന്ന മാതിരി അല്ലല്ലോ ബാങ്കിൽ പൈസ കൊണ്ടുവെക്കുന്നത്. കലത്തിനകത്ത് ഒരു ഓട്ട വന്നു കഴിഞ്ഞാൽ അരി അങ്ങ് പോവും. അതേമാതിരി അല്ലല്ലോ ബാങ്കിലെ സംവിധാനം. അപ്പോൾ അതായത് ആ ബാങ്ക് സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട്, നമുക്കിതിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാം, ഈ ബാങ്കിങ് സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് വലിയ തോതിൽ പണം വേറെ വഴിക്ക് പോയിട്ടുണ്ട്. അതെങ്ങോട്ട് പോയി എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അതിൻ്റെ തലപ്പത്തുള്ള ബാങ്കിൻ്റെ തലപ്പത്തുള്ള ഡയറക്ടർ ബോർഡിനുണ്ട്. ഈ ഡയറക്ടർ ബോർഡിനെ നയിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കുണ്ട്. കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ അത് CPM-ന് 100% ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി. ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പാർട്ടിയുടെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആൾ, അത് മൊയ്തീനായാലും ശരി, കണ്ണനായാലും ശരി, രാധാകൃഷ്ണനായാലും ശരി, അവരുടെ പേരിൽ കേസ് വരും എന്നുള്ളത് ശരിയാണ്. ഇവർ ഇൻഡിവിജ്വലായിട്ട് പണം അടിച്ചു മാറ്റിയല്ലോ എന്നുള്ളതല്ല. ദേ വർ റെസ്പോൺസിബിൾ ഫോർ ദ ഹോൾ എന്താ പറയുക സാഡ് ഇൻസിഡൻറ്റ്. അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ കേസിനകത്ത് അവരുടെ പേര് വരുന്നത്. അവർ ആരെങ്കിലും പ്രത്യേകമായിട്ട് കാശുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ 100 രൂപയില്ല എന്ന് അത് പറയും. അതെങ്ങനെ അങ്ങനെ 2-3 അക്കൗണ്ട് വേണം? ഒരു അക്കൗണ്ട് പോരെ? 100 രൂപ മാത്രമാണ് ബാങ്ക് വെക്കേണ്ട, ഒരു അക്കൗണ്ട് മതിയല്ലോ. അപ്പം ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. എൻ്റെ അക്കൗണ്ടുകൾ ഇതാണ്, എനിക്ക് ഇന്ന അക്കൗണ്ടുകൾ ഇതിനകത്ത് ഇതാണ്. അത് ബാങ്കിൻ്റെ ബാലൻസ് ഇത് കാണിക്കാൻ പറ്റുമല്ലോ, പാസ്ബുക്കും കാണിച്ചാൽ മതിയല്ലോ. എൻ്റെ അതിൽ ഇന്ന് എത്രാം തീയതി എൻ്റെ അക്കൗണ്ടിലെ പൈസ ഇതാണ്, കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ പിന്നെ ബാങ്ക് ബാലൻസ് കാണിക്കട്ടെ. ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെ എനിക്ക് 100 രൂപയുള്ളൂ എന്ന് പറയുന്ന ആളുകൾ, കഴിഞ്ഞ 5 കൊല്ലത്തെ എൻ്റെ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് ഇതാണ്, അതിനകത്ത് പിന്നെ 500 രൂപയെ കൂടുതൽ എവിടെയും കാണാനില്ല എന്ന് പറയാൻ നമ്മളെ ബോധ്യപ്പെടും. പക്ഷെ അതൊന്നും ഇല്ലാതെ വെറുതെ അങ്ങ് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ അധികാരത്തിലുള്ള പാർട്ടികളാണ് ഇവർ, അധികാരം കൈകാര്യം ചെയ്യുന്ന പാർട്ടികളാണ് ഇവർ. ജനങ്ങൾ വലിയ കോടാനുകോടി ഉറുപ്പിയുടെ പ്രോജക്റ്റുകൾ നടത്തുന്ന കൂട്ടരാണ് ഇവർ. അതിൻ്റെ പേരിൽ കമ്മീഷൻ പറ്റുന്നതായിട്ട് ആരോപണമുള്ള കൂട്ടരാണ് ഇവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അന്വേഷിക്കേണ്ടത് വരും. അത് ED പിന്നെ ഇപ്പോൾ BJP-യുടെ കയ്യിലാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ED ഇന്ത്യയിലുള്ള അഥറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ്. അവർ രാഷ്ട്രീയമായിട്ട് പിന്നെ ഉപയോഗപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കരുവന്നൂരിൻ്റെ കേസിൽ ED കക്ഷി രാഷ്ട്രീയപരമായി പെരുമാറുന്നു എന്ന് തെളിയിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അവർ അന്വേഷണം നടത്തി 2-3 പേർക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ആ കേസ് കോടതിയിലാണ്, കോടതി പോട്ടെ. പക്ഷേ ED-യുടെ ക്രെഡിബിലിറ്റിയെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടത്തിയ കൊള്ള പിന്നെ അംഗീകരിക്കപ്പെടണം, നാട്ടുകാരത് കണ്ണിലെന്ന് അടിക്കണം എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ നടക്കില്ല.